മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി കാണുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മെല്ലാവരും. ദൈവം നമുക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. നമ്മൾ ഈ പ്രഭാതത്തിലായിരിക്കുന്നത് ദൈവം നമ്മെ ഈ പ്രഭാതത്തിലേക്ക് ഉണർത്തി കൊണ്ടുവന്നതുകൊണ്ടാണ്. നമ്മോടൊപ്പം കഴിഞ്ഞ രാത്രിയിലെ ഉറങ്ങാൻ കിടന്നിരുന്ന പലർക്കും ഈ പ്രഭാതത്തിൻ്റെ ശോഭ കാണുന്നതിന് സാധിക്കാതെ പോയി. എന്നാൽ ദൈവം നമ്മെ ഈ പ്രഭാതത്തിലേക്ക് വിളിച്ചുണർത്തി ഈ മനോഹരമായ പ്രഭാതം നമുക്ക് കാട്ടിത്തരികയാണ്. ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തെ ഓർത്ത്, വലിയ കരുതലിനെ ഓർത്ത് ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടും ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായ വിധത്തിൽ അപേക്ഷിക്കാം. ഈ ദിവസത്തിൽ നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് നമ്മെ നയിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മുടെ ഭവനങ്ങളിലും ആശുപത്രികളിലും വൃദ്ധസദനങ്ങളിലുമെല്ലാം ബെഡ് റിഡനായിട്ട് രോഗശയ്യയിൽ കിടക്കുന്ന രോഗികളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരസഹായമില്ലാതെ അവർക്ക് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല. അവർക്ക് സന്തോഷവും അവരുടെ ജീവിത അവസ്ഥയിൽ സംതൃപ്തിയും നൽകണമെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും ദൈവസമക്ഷം സമർപ്പിച്ച് അവരെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള കൃപയും ശക്തിയും നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ, നമ്മെ ഏറ്റവും സഹായിക്കുന്ന വചനങ്ങൾ, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന വചനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ ആത്മാ അഭിഷേകമുണ്ടാകുമ്പോഴാണ് വചനം ശ്രവിക്കുവാനും വചനത്തിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകുവാനുമായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത്. ആത്മീയ അഭിഷേകത്താൽ നമ്മെ ഓരോരുത്തരെയും വചനം ശ്രവിക്കുവാനായിട്ട് ഒരുക്കണമേ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ശ്രവിച്ച് ധ്യാനിക്കാം. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു,
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ജീവിതം വിജയകരവും അതുപോലെ തന്നെ സന്തോഷപ്രദവുമായിട്ട് തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ മറക്കുകയും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുകയും വേണം. മറവി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു പരാജയമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ടുമാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ മറവി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു അനുഗ്രഹമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ? നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ മറക്കേണ്ടത് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി അവസരങ്ങൾ പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ആ അവസരങ്ങളെയെല്ലാം ഓർത്ത് നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിരാശയും നഷ്ടബോധവുമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ട അവസരങ്ങളെ ഓർത്ത് വിലപിച്ചും കണ്ണുനീരും ആയിട്ട് ഇരിക്കുകയല്ല നമ്മൾ വേണ്ടത്. ആ അവസരങ്ങളെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് ഭവിച്ചതാണ് എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കേണ്ടത് മുറിവേറ്റപ്പെട്ട നമ്മളുടെ വികാരങ്ങളെയാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മുറിവുകൾ, നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് വളരെ സങ്കടകരവും വേദനാജനകവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മൾ പറയും, ഞാൻ ക്ഷമിക്കാം പക്ഷേ ഞാൻ മറക്കുകയില്ല എന്ന്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ സന്തോഷം കെടുത്തുന്ന, നമ്മെ മുന്നോട്ട് നയിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒത്തിരി മുറിവേറ്റ വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അവയെ മറന്നുകൊണ്ട് നമുക്ക് പോകുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകുവാനായിട്ടുള്ളൊരു ഊർജം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. ശിശുക്കളുടെ പ്രത്യേകത എന്താണ്? അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പെട്ടെന്ന് മറക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ശിശുക്കളെ പോലെ ആയി തീരണം എന്ന്. ജിമ്മിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. അവൻ്റെ ജന്മദിനം ആഘോഷിച്ചപ്പോൾ അവൻ്റെ അമ്മ അവനോട് ചോദിച്ചു ആരെയൊക്കെയാണ് വിളിക്കേണ്ടത് എന്നും. അപ്പോൾ അവൻ പെട്ടെന്ന് പറഞ്ഞു ടോമിയെ ജന്മദിനത്തിൽ വിളിക്കണം എന്ന്. അപ്പോൾ അവൻ്റെ അമ്മ അവനോട് ചോദിച്ചു ഇന്നലെയല്ലേ നീ പറഞ്ഞത് ഇനി അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവനെ ഞാൻ ഇനി ഒരിക്കലും വിളിക്കുകയില്ല എന്നും. അപ്പോഴവൻ പറഞ്ഞു അത് ഇന്നലെ പറഞ്ഞതല്ലേ, ഇന്ന് അതിന് പ്രസക്തിയില്ല എന്നും. അപ്പോൾ കുട്ടികളുടെ പ്രത്യേകത അതാണ്, അവരെ പെട്ടെന്ന് മറക്കുകയും വീണ്ടും സൗഹൃദത്തിലേക്കും സ്നേഹത്തിലേക്കുമൊക്കെ വരികയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ മുറിവേറ്റ വികാരങ്ങളെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ട് പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും ഉണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പരാജയ കാരണങ്ങളാണ്. നമ്മെ പരാജയത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ പരാജയത്തിലേക്ക് നയിച്ച പല സാഹചര്യങ്ങളും പല സംഭവങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഈ സംഭവങ്ങളും സാഹചര്യങ്ങളുമൊക്കെയാണ് നമ്മെ പരാജയത്തിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കണം. അത് പലപ്പോഴും നമ്മെ പരാജയത്തിലേക്കും പാപത്തിലേക്കും തകർച്ചയിലേക്കും കൊണ്ട് എത്തിച്ചെന്നും വരും. ഒരാൾക്ക് പാപത്തിന് കാരണമായിട്ട് തീരുന്ന അല്ലെങ്കിൽ പരാജയത്തിന് കാരണമായി തീരുന്ന കാരണങ്ങൾ മറ്റുള്ളവർക്ക് പരാജയത്തിന് കാരണമായിട്ട് തീരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരാളെ
മദ്യപാനത്തിലേക്ക് നയിക്കുന്നത് അയാളുടെ കൂട്ടുകെട്ടുകളായിരിക്കാം. അപ്പോൾ ആ കൂട്ടുകെട്ടുകളിൽ നിന്നും ആ സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നാൽ മാത്രമേ ഉള്ളൂ അയാൾക്ക് ആ തിന്മയുടെ ബന്ധനത്തിൽ നിന്നും ഒഴിവായിട്ട് പോകുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോഴതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ കാരണങ്ങളെ മനസ്സിലാക്കി ഓർത്തിരുന്ന് അതിൽ നിന്നും മാറി നിൽക്കുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യമുള്ള ആളുകളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കിട്ടാതെ പോയ അവസരങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും വിജയത്തെക്കുറിച്ചുമൊക്കെ ഓർത്ത് കഴിയുന്നവരാണ്. കിട്ടാത്തതിനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മനസമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ നീ ഒരിക്കലും മറക്കരുത് എന്ന്. വീണ്ടും അവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവ് എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ പകരം എന്തു കൊടുക്കും എന്ന്. വാസ്തവത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പകരം കൊടുക്കാനായിട്ട് നമ്മൾ ശക്തരല്ല, നമുക്കതിനുള്ള കഴിവില്ല എന്നുള്ളതാണ് വാസ്തവം. ദൈവം നമുക്ക് വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ഒത്തിരി അനുഗ്രഹങ്ങളും വരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പോകുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാതിരിക്കാം. മറവി അനുഗ്രഹമാണെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളെ എപ്പോഴും സന്തോഷഭരിതരും അതുപോലെ തന്നെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും സഹായിക്കുന്നത് ആയിരിക്കും. കോറി ടെൻ ബ്യൂൺ എഴുതിയ ഒരു വാചകം വളരെ പ്രസക്തമാണ്. അതിതാണ്, ഐ ഗ്രംബിൾഡ് ഐ ഹാഡ് നോ ഷൂസ് അണ്ടിൽ ഐ സോ സമ്മൺ വിത്ത് നോ ഫീറ്റ്. എനിക്ക് ഒരു ഷൂസ് ഇല്ലാത്തതിനെക്കുറിച്ച് ഞാൻ പരാതിപ്പെട്ടുകൊണ്ടിരുന്നു, കാലില്ലാത്ത ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നിടം വരെ എന്ന്. നേരാണ്, നമുക്ക് പലപ്പോഴും പല വസ്ത്രമില്ലാത്തതിനെക്കുറിച്ച് അല്ലെങ്കിൽ നല്ല വീടില്ലാത്തതിനെക്കുറിച്ച് പുതിയ വാഹനമില്ലാത്തതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഉത്കണ്ഠയും ആകുലതയും വേദനയുമൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു വാഹനം പോലും ഇല്ലാത്തവർ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ, കയറിക്കിടക്കാൻ കൂരയില്ലാത്തവർ, ഏറ്റു നടക്കാൻ ആരോഗ്യമില്ലാത്തവരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനെക്കുറിച്ചുള്ള നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുന്നത്. പ്രിയപ്പെട്ടവർ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകളായിട്ട് മാറുന്നതിന് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ മറക്കേണ്ടവയെ മറന്നുകൊണ്ടും ഓർക്കേണ്ടവയെ ഓർത്തുകൊണ്ടും മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ടും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും എല്ലാ നിമിഷവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ യൗസേപ്പ് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് നമ്മെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമ്മോടുകൂടെ ആയിരുന്നു കൊണ്ട് നമ്മെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു നിമിഷം നമുക്ക് ഗുഡ്നസ് ടിവിയെയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ചാനലിലൂടെയും ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ദൈവം നമുക്ക് നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഇനിയും ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ ചാനലിലൂടെയും ദൈവകൃപ
സമൃദ്ധമായിട്ടും ചൊരിയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തിയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രഭാതം വിരിഞ്ഞിടും നേരത്തിലെന്നെ തൊട്ടുണർത്തിയിടുന്ന ദൈവം, നിദ്രയിലെന്നും തഴുകിത്തലോടുന്ന സ്നേഹസ്വരൂപനാം ദൈവം. പ്രഭാതം വിരിഞ്ഞിടും നേരത്തിലെന്നെ തൊട്ടുണർത്തിയിടുന്ന ദൈവം, നിദ്രയിലെന്നും തഴുകിത്തലോടുന്ന സ്നേഹസ്വരൂപനാം ദൈവം. പ്രഭാതം പ്രഭാതം സുപ്രഭാതം. പകലന്തിയോളം അധ്വാനിച്ചിടുവാൻ ശക്തിയേകുന്നൊരു ദൈവം, പകലന്തിയോളം അധ്വാനിച്ചിടുവാൻ ശക്തിയേകുന്നൊരു ദൈവം, കൂടെ നടന്നും കൈപിടിച്ചെന്നും എന്നെ നടത്തുന്ന ദൈവം, എന്നും എന്നെ നടത്തുന്ന ദൈവം. പ്രഭാതം പ്രഭാതം സുപ്രഭാതം. പ്രഭാതം വിരിഞ്ഞിടും നേരത്തിലെന്നെ തൊട്ടുണർത്തിയിടുന്ന ദൈവം, നിദ്രയിലെന്നും തഴുകിത്തലോടുന്ന സ്നേഹസ്വരൂപനാം ദൈവം. പ്രഭാതം പ്രഭാതം സുപ്രഭാതം. നന്മകൾ ചെയ്തു സാക്ഷ്യമേകിടുവാൻ ഉണർവെനിക്കേകുന്ന ദൈവം, നന്മകൾ ചെയ്തു സാക്ഷ്യമേകിടുവാൻ ഉണർവെനിക്കേകുന്ന ദൈവം, പാപഗർത്തത്തിൽ വീണിടാതെന്നെ കാത്തിടും എന്നാഥനെന്നും, എന്നെ കാത്തിടും എന്നാഥനെന്നും. പ്രഭാതം പ്രഭാതം സുപ്രഭാതം.
പ്രഭാതം വിരിഞ്ഞിടും നേരത്തിലെന്നെ തൊട്ടുണർത്തിയിടുന്ന ദൈവം, നിദ്രയിലെന്നും തഴുകിത്തലോടുന്ന സ്നേഹസ്വരൂപനാം ദൈവം. പ്രഭാതം പ്രഭാതം സുപ്രഭാതം, പ്രഭാതം പ്രഭാതം സുപ്രഭാതം, പ്രഭാതം പ്രഭാതം സുപ്രഭാതം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ശിരസ്സ് നമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം പങ്കുചേർന്ന എല്ലാ ഗുഡ്നസ് ടിവിയുടെ നല്ല പ്രേക്ഷകർക്കും ഒരു നല്ല പ്രഭാതവും നല്ല ദിവസവും അനുഗ്രഹപ്രദമായ ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.